രാവിലെ തന്നെ ഈ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് വന്നപ്പോൾ തന്നെ ഒരു വൈബ് കിട്ടി. എന്നാൽ ഇന്നൊരു ഈസി ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. കണ്ടിട്ട് വായോ. മില്ലു രാവിലെ തന്നെ പപ്പയുടെ കൈ കയറിയിരിപ്പുണ്ട്. നമുക്ക് നമ്മുടെ പണിയിലേക്ക് പോകാം. നമ്മുടെ കയ്യിലുള്ള അരി ഇതാ ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ചുവട് കട്ടിയുള്ള പാത്രത്തിലിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് ജീരകശാല അരിയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതരിയാണോ ഉള്ളത് അതെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അരി എടുത്ത അതേ പാത്രത്തിൽ തന്നെ 2 പാത്രം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് പുതിനയില കൂടി ഇടുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പുതിനയിലയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ ചോറ് വെന്ത് വരുമ്പോൾ പരസ്പരം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പാത്രം അടച്ചു വെച്ച് അരി വേവിച്ചെടുക്കുകയാണേ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കാവേ. നമ്മൾ പീസാക്കാതെയായിരുന്നു ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ നമുക്ക് തന്നെ പീസാക്കി എടുക്കാമല്ലോ. അങ്ങനെ അതൊക്കെ അമ്മ ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്. ഈ കാണുന്ന പച്ചക്കറിയെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് ചിക്കൻ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു, ഉപ്പും കുരുമുളകും കൂടിയിട്ട്. അതൊന്ന് കൈ കൊണ്ടിങ്ങനെ പിച്ചി കീറിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നമ്മൾ റെഡിയാക്കി വെച്ചു. അതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവോള, കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണേ. വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. കാണിക്കാനായിട്ട് ഞാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നല്ലോണം ഇതങ്ങോട്ട് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചിക്കൻ കറിയിൽ സാധാരണ ചേർക്കുന്ന എല്ലാ പൊടികളും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പാകമാകുമ്പോൾ ചിക്കനും കൂടെ ഇട്ട് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തു. അല്പം മുളക് പൊടി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മാഗി ക്യൂബും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടിയൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൈസ് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള ആ ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. ഞങ്ങൾ കുറച്ച് ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കം ഒക്കെയാണ് അരിഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് ചേർക്കുകയാണ്. എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുകയാണേ. ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഒരുപാടങ്ങ് വഴറ്റൊന്നും വേണ്ട. ഈ സമയത്ത് കുറച്ച് നെയ്യ് കുറവാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നമ്മുടെ ക്യാപ്സിക്കവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള അരി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിംഗ് ആണ് പരിപാടി. നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ വേവിച്ച പച്ചക്കറിയും അരിയും എല്ലാം കൂടെ ഒന്ന് മിക്സായി നല്ല സെറ്റായി കിട്ടാൻ വേണ്ടി കുറച്ച് നേരം നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് മല്ലിയില കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്തപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇച്ചേൻ്റെ 2-3 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും വന്ന സമയത്ത് അവർക്ക് സ്പെഷ്യലായിട്ട് ഇത് നമുക്ക് കൊടുക്കാനും പറ്റി കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഹാപ്പിയായി കഴിച്ചിട്ട് പോയിട്ടുണ്ട്. ഇനി ഞാനും കഴിക്കാൻ പോവാണേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്